സമാധാന കരാറിനായി അമേരിക്ക ശ്രമം തുടരുന്നതിനിടെ മിസൈൽ താവളങ്ങൾ അതിവേഗം പുനഃസ്ഥാപിച്ച് ഇറാൻ യുദ്ധസജ്ജമാകുന്നതായുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. അമേരിക്കയും ഇസ്രായേലും തകർത്ത ഭൂഗർഭ മിസൈൽ കേന്ദ്രങ്ങളിലേക്കുള്ള ഭൂരിഭാഗം തുരങ്കപാതകളും ഇറാൻ തുറന്നതായാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. ഉപഗ്രഹ ചിത്രങ്ങളുടെ പരിശോധനയിലൂടെയാണ് ഇക്കാര്യം കണ്ടെത്തിയത്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടര വരുന്നു. മധുടെ ഗുഡ് മോർണിംഗ്. അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഈ പറയുന്ന ഇടവേള എന്ന് പറയുന്ന അടുത്ത യുദ്ധത്തിനുള്ള കൊപ്പുകൂട്ടലാണോ എന്ന് പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു. അമേരിക്ക ആണെങ്കിലും ഇറാൻ ആണെങ്കിലും ഏതാണ്ട് അതേ മട്ടിലാണോ കാര്യങ്ങൾ? മധുചേട്ടാ, ദൗർഭാഗ്യവശാൽ. ഗുഡ് മോർണിംഗ് ഹാഷ്മി, അമൃത. ഏതാണ്ട് അതേ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വെടിനിർത്തലിനോട് ബെഞ്ചമിൻ നെതന്യാഹു കടുത്ത എതിർപ്പ് ആദ്യം മുതൽ തന്നെ പ്രകടിപ്പിച്ചത്. ഇപ്പോൾ ആ ഒരു സംശയവുമായിട്ട് അലൈൻ ചെയ്യുന്ന ഉപഗ്രഹ ചിത്രങ്ങളാണ് CNN പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ യുദ്ധകാലത്ത് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇവരുടെ ഈ അണ്ടർഗ്രൗണ്ട് മിസൈൽ താവളങ്ങൾ ബോംബിട്ട് തകർത്തിരുന്നു. അതെല്ലാം അതിവേഗം പൂർവ്വസ്ഥിതിയിലാകുന്നു എന്നാണ് CNN റിപ്പോർട്ടുകൾ പറയുന്നത്. മൊത്തം 69 ഈ തുരങ്ക കവാടങ്ങളിൽ ഏതാണ്ട് 50 എണ്ണം ഇതിനോടകം തന്നെ അവിടുത്തെ മണ്ണൊക്കെ മാറ്റി അത് തുറന്നു കഴിഞ്ഞു. 18 ഇതുപോലെയുള്ള ഭൂഗർഭ മിസൈൽ താവളങ്ങളിൽ അതിവേഗ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്കുള്ള ആക്സസിന് വേണ്ടി ഈ മിസൈൽ ലോഞ്ചറുകൾ പുറത്തേക്ക് വരുന്നത് തടയുവാൻ അമേരിക്കയും ഇസ്രയേലും തകർത്ത റോഡുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇറാൻ നന്നാക്കി കഴിഞ്ഞു. റോഡുകളിലെ വലിയ കുഴികളൊക്കെ നികത്തി. അതുപോലെ 2 പ്രധാന താവളങ്ങളിലെ റോഡുകളിൽ വീണ്ടും ടാർ ചെയ്തതായിട്ടും ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ബുൾഡോസറുകളും അതുപോലെ ഡം ട്രക്കുകളും ഒക്കെ ഈ പ്രദേശങ്ങളിൽ ഈ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ കാണുവാൻ സാധിക്കും. അത് മാത്രമല്ല, ഈ വളരെ താഴെയുള്ള പാറക്കെട്ടുകൾക്കുള്ളിലാണ് ഈ മിസൈൽ താവളങ്ങൾ ഇറാൻ നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉപരിതലത്തിൽ ഏതെങ്കിലും ആക്രമണങ്ങൾ കൊണ്ട് ഇവയെ പൂർണ്ണമായിട്ടും ഒരിക്കലും നശിപ്പിക്കാൻ കഴിയില്ലെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഈ സൂചനകൾ. ഇറാൻ ഇപ്പോഴും ഏതാണ്ട് 1000-ഓളം ദീർഘദൂര മിസൈലുകൾ ഈ ഭൂഗർഭ താവളങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അവര് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. ഹാഷ്മി, അമൃത, അതേസമയം ഈ ഇറാൻ ഭരണകൂടത്തിൽ കടുത്ത ആഭ്യന്തര ഭിന്നത വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. രാജ്യത്തെ പ്രധാന തീരുമാനങ്ങൾ എടുക്കാനൊക്കെ സർക്കാരിനെ മാറ്റി നിർത്തുന്നു ആരോപിച്ച് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പരമോന്നത നേതാവ് മുജ്തബ ഖൊമേനിയുടെ ഓഫീസിന് രാജിക്കത്ത് നൽകിയതായിട്ട് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അവരുടെ തീവ്ര നിലപാടുള്ള വിഭാഗങ്ങളുണ്ട്. അവര് രാജ്യത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തതായിട്ടാണ് പെസഷ്കിയാൻ ആരോപിക്കുന്നത്. എന്നാൽ US-ഉമായിട്ടുള്ള വെടിനിർത്തൽ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്ന ഈ സമയത്ത് മാധ്യമ നാടകങ്ങളുടെ ഭാഗമാണ് ഈ രാജി വാർത്തയെന്നാണ് ഇറാൻ പ്രസിഡൻഷ്യൽ ഓഫീസ് കമ്മ്യൂണിക്കേഷൻസ് ഡെപ്യൂട്ടി ഹെഡ് മെഹദി തബ്ദായി ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ഹാഷ്മി, അമൃത. പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.